അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് പ്രൊസീജിയറിലേക്ക് ഞാൻ വരികയാണ്. അതായത് ജേണൽ എൻട്രി ഷെയർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എൻട്രീസ് എങ്ങനെയാണ്. പ്രൊസീജിയർ ആൻഡ് അക്കൗണ്ടിങ് എൻട്രി ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം, അതിൻ്റെ റൂളാണ്. ദെൻ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻസ്. ആദ്യം എന്ത് ചെയ്യണം? അപ്ലിക്കേഷൻ മണി. ഇപ്പോൾ നമ്മൾ ഷെയർ ഇപ്പോൾ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ ഒരു പരസ്യത്തിൻ്റെ ഒരു ഷീറ്റാണ്, അത് പൊതുജനങ്ങൾക്ക് സപ്ലൈ ചെയ്യും. അപ്പോഴാണ് പൊതുജനങ്ങൾ ഷെയർ ആവശ്യപ്പെടുക. ഷെയർ ആവശ്യപ്പെടുന്നതിനാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപേക്ഷ അയക്കും. ഇപ്പോൾ പ്രോസ്പെക്ടസിൽ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫോം ഉണ്ടാവും. ആ ഫോമിന്ന് ഇത്ര എണ്ണം ഷെയർ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമുക്ക് അയക്കും. അതാണ് അപ്ലിക്കേഷൻ റെസിപ്റ്റ്. അത് നമ്മുടെ കയ്യിൽ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷെയർ അലോട്ട് ചെയ്യാം. അപ്പോൾ ക്യാഷ് നമുക്ക് തവണകളായിട്ട് വാങ്ങാം. ഇപ്പോൾ 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ അതിൽ 10 രൂപ വെച്ചിട്ടൊക്കെ വാങ്ങിയാൽ മതി. 10ഉം 20ഒക്കെ വെച്ചിട്ട് വാങ്ങാം. ഒന്നിച്ച് 100 വാങ്ങും, അങ്ങനെ ഇല്ല. അതാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അക്കൗണ്ടിങ് എൻട്രി, ബേസിക് അക്കൗണ്ടിങ് എൻട്രീസ് ഫോർ ഇഷ്യൂ ഷെയർസ്. അക്കൗണ്ടിങ് എൻട്രി എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾ മണി റിസീവ്ഡ് അലോങ് വിത്ത് അപ്ലിക്കേഷൻ are deposited with the scheduled bank for which a separate account has to be opened. കമ്പനി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഷെയറുമായി ബന്ധപ്പെട്ട് വരുന്ന എമൗണ്ടിനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അപ്പം തന്നെ മാറ്റണം. In fact, application are received through the banks which collect the money and credit the company's public issue account opened for the purpose. ഇപ്പോൾ കമ്പനി അത് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളൊരു അക്കൗണ്ടിലേക്കാണ് എമൗണ്ട് മാറ്റുക. ചില സമയത്ത് ചില സ്പെഷ്യൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്കും അക്കൗണ്ട് വരുന്ന ക്യാഷ് മാറ്റും. എൻട്രിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കമ്പനി അവരുടെ ബുക്കിൽ എഴുതേണ്ട എൻട്രി ഇതൊക്കെയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്ററ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ, അതായത് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ അതിന് നരേഷൻ കൊടുക്കണം. അപ്ലിക്കേഷൻ മണി ഫോർ എത്ര ഷെയർ ആണോ അത്ര ഷെയറിന് ഇത്ര രൂപ വെച്ചിട്ട് റിസീവ് ചെയ്തു എന്നുള്ള നരേഷൻ കൊടുക്കണം. ദെൻ ഷെയർ ആപ്ലിക്കേഷൻ നേരെ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തത് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. അപ്പോഴും എൻട്രി ഉണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്ററ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എൻട്രി എഴുതണം. ദെൻ അലോട്ട്മെന്റ് മണി ഡ്യൂ ആകുമ്പോഴും അത് ബാങ്കിലേക്ക് മാറ്റുമ്പോഴും ഇങ്ങനെ 2 എൻട്രിയാണ് വരിക. അലോട്ട്മെന്റ് മണി അക്കൗണ്ട് അറ്ററ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അലോട്ട്മെന്റ് അടക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഈ ഒരു എൻട്രി ഇടണം, അതായത് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി. അലോട്ട്മെന്റ് മണി കിട്ടുമ്പോൾ ഈ എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. ബാങ്ക് അക്കൗണ്ട്, ബാങ്കിലേക്ക് ക്യാഷ് വരാൻ ബാങ്ക് അക്കൗണ്ട് അറ്ററ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ എഴുതാം. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്ററ്റ് ടു ഷെയർ ക്യാപിറ്റൽ. മണി ഡ്യൂ ഓൺ ഷെയർസ്, ഇത്ര ഷെയറുമേ ഇത്ര രൂപ വെച്ചിട്ട് ഡ്യൂ ആയി എന്നുള്ളത്. ആ ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് ആണ് എഴുതുക. ബാങ്ക് അക്കൗണ്ട് അറ്ററ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതാം. ഫൈനൽ കോൾ മണി സെക്കൻഡ് കോളോ തേർഡ് കോളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻട്രി ചെയ്തും. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്ററ്റ് ടു ഷെയർ ക്യാപിറ്റൽ, അത് ബാങ്കിലേക്ക് മാറ്റുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്ററ്റ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്, അങ്ങനെ നമ്മൾ എഴുതും. ക്യാഷ് അല്ലാത്തൊരു എൻട്രിയാണ്, അത് ഞങ്ങളിപ്പോൾ നോക്കുന്നില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. നമ്മൾ പറഞ്ഞു ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് പറയാം. ഇത് 3 പ്രത്യേകം ഓർത്ത് വെക്കണം. ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ നേരത്തെ പറഞ്ഞതാണ്. പായസം എന്ന് പറയാമോ? എന്താണ് കാര്യം? ഷെയർ ഇഷ്യൂ ചെയ്യുന്ന 3 മെത്തേഡാണ്. അറ്റ് പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്. ഇത് 3 ഒന്ന് പറഞ്ഞുതരുമോ?
ആർക്ക് വേണമെങ്കിലും പറയാം. നിങ്ങൾ ലൈവിലുണ്ടോ? ആ പറയൂ. ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർക്കുന്നുണ്ടോ? ഒരു 10 രൂപന്റെ ഷെയർ 10 രൂപക്ക് തന്നെ കൊടുക്കുക. ഷെയർ അതേ വിലക്ക് വിറ്റാൽ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. ഇനി പ്രീമിയം പൈസ കൂട്ടി കൊടുക്കാം. ഓക്കെ. ഇനി ഡിസ്കൗണ്ട് പറഞ്ഞ വിലയിൽ കുറച്ച് കൊടുക്കുക. യെസ്. അപ്പോൾ അത് മൂന്നും പ്രത്യേകം ഓർത്തിരിക്കണം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യനിൽ വരിക. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു, പാറിൽ ഇഷ്യൂ ചെയ്തു എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ ആ ഒരു 3 രീതി കൂടെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി ആ പാർ വാല്യൂ എന്നാണ് ഇതിനെ പറയാ. പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താണ്? ഇനി ഇവിടെ നിന്ന് നമ്മൾ പ്രോബ്ലം ചെയ്ത് പോകണം. നോട്ട് ബുക്ക് കയ്യിലുണ്ടാവും എല്ലാവരുടെ? ഓക്കെ. ഹെഡിങ് കൊടുക്കുക, ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷ് അറ്റ് പാർ. ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷ് അറ്റ് പാർ. ഹെഡിങ് മാത്രം മതി. ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷ് അറ്റ് പാർ. പാർ എന്താണെന്ന് നമുക്കറിയാം. എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഞാൻ വായിക്കാം. അലോഗ് ലിമിറ്റഡ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അലോഗ് ലിമിറ്റഡ് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ടു ദി പബ്ലിക്. പബ്ലിക്കിന് ഓഫർ ചെയ്തു ഷെയർ എത്ര? 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 10 രൂപയുടെ 10,000 ഷെയർ ഓഫർ ചെയ്തു, പബ്ലിക്കിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ പൈസ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ 5 രൂപ അപ്ലിക്കേഷൻ മണി, 3 രൂപ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തും വാങ്ങും. അപ്പോൾ ആദ്യം 5 രൂപ വാങ്ങും. ഷെയർ ഇഷ്യൂ ചെയ്ത അപേക്ഷ അയക്കൂല ആൾക്കാർ. അപേക്ഷ അയക്കുമ്പോൾ 5 രൂപയും കൂടെ അയക്കണം. അങ്ങനത്തെ ബാലൻസ്. അപ്പം 5ഉം 3ഉം അപ്ലിക്കേഷൻ്റെ സമയത്ത് 5ഉം അലോട്ട്മെൻറ്റ് സമയത്ത് 3ഉം. അപ്പോൾ ബാക്കി ഇനി എത്ര വരെ? 2ആണ് വരിക. 10 രൂപയുടെ ഷെയറിന് 5, 3, 8, ബാക്കി 2. ആ ബാലൻസ് എപ്പോൾ വാങ്ങും? ഓൺ ദി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കാൾ. പിന്നെ ഒരു ബില്ലിംഗ് കൂടെ വിളിക്കും, ആ സമയത്ത് അതും കൂടെ വാങ്ങും. എന്നിട്ട് നോക്കുക, അപ്ലിക്കേഷൻ വർ റിസീവ്ഡ് ഫോർ 10,000 ഇക്വിറ്റി ഷെയർസ്. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയറും ആൾക്കാർ വാങ്ങിച്ചു. ഫുള്ള് വാങ്ങാതിരുന്നാൽ അതിനൊരു പേരുണ്ട്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ. ഇവിടെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഇല്ല. നമ്മൾ ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയറും ആളുകൾ വാങ്ങാൻ തയ്യാറായി. The director is made allotment to the application in full. All amount due and allotment on first final call were duly received. എല്ലാ മണിയും സ്വീകരിക്കുകയും ചെയ്തു. ജേണൽ എൻട്രി എങ്ങനെ എഴുതും? അപ്പോൾ ജേണൽ എൻട്രിയുടെ ഒരു ഫോർമാറ്റ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ്. അപ്പോൾ ഇതേപോലെ ജേണൽ എൻട്രി വരയ്ക്കുക. ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എൻട്രി എഴുതാനുള്ളത് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോഴും മറ്റൊക്കെ എൻട്രി ഉണ്ട്. ആ ഓരോ എൻട്രി എഴുതിയിട്ട് പോവാം. ജേണൽ എൻട്രിയുടെ കോളം വരയ്ക്കുക. കോളം വരച്ചിട്ട് പറയൂ കേട്ടോ. കോളം വരച്ച് കഴിഞ്ഞാൽ പറയണേ. മെസ്സേജ് അയച്ചാൽ ഞാൻ കാണൂല, സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട്.
കോളം വരച്ചു. ഓക്കെ. അപ്പോ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഷെയർ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു. ഇഷ്യൂ ചെയ്തപ്പോൾ അപ്ലിക്കേഷൻ മണിയും പറഞ്ഞു. അപ്ലിക്കേഷൻ മണിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ എത്ര ആൾക്കാർ അപ്ലിക്കേഷൻ മണി അയച്ചു? എത്ര ഷെയറിന്? 5 രൂപ വെച്ചിട്ട് 10,000. അപ്പോൾ 5 × 10 നമ്മൾ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട്. ബാങ്കിലേക്കാണ് ക്യാഷ് വരിക. എന്തായിട്ടാണ് വന്നത്? ഷെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻട്രി ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. എമൗണ്ട് എത്ര വന്നു? 50,000. ആ 50,000 മനസ്സിലായില്ല എങ്ങനെയാണെന്ന്? 5 × 10. 10,000 ഷെയർ മുതലാണ് 5 രൂപ വെച്ചിട്ട് കളക്ട് ചെയ്തത്. അതെഴുതി. അപ്പം അതിന് നരേഷൻ കൊടുക്കണം. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ₹5 ഫോർ 10,000 ഷെയർസ്. അപ്പോൾ ഇതിനൊരു രണ്ടാമത്തെ പ്രൊസീജിയർ ഉണ്ട്. അതായത് ഈ ക്യാഷ് കിട്ടിയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഈ ക്യാഷിനെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ അടുത്ത എൻട്രി കൂടെ എഴുതണം. അതായത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. രണ്ടാമത്തെ എൻട്രി എഴുതണം. ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റിയതാണ്. സെയിം എമൗണ്ട് തന്നെ എഴുതാം. ഇതാണ് രണ്ടാമത്തെ പ്രൊസീജിയർ. എല്ലാറ്റിനും നരേഷൻ വേണം. നരേഷനും കോളത്തിനെല്ലാം മാർക്ക് ഉണ്ടാവും. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മതി. നരേഷൻ കൊടുത്താൽ മതി. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റേജ് പ്രൊസീജിയർ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അടുത്ത എൻട്രി എന്തായിരിക്കണം? അടുത്ത ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്ലിക്കേഷൻ മണിയുടെ ശേഷം നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്താണ്? അലോട്ട്മെന്റ് മണിയാണ്. അലോട്ട്മെന്റ് മണിക്ക് 2 എൻട്രി ഉണ്ട്. ഒന്ന് ഡ്യൂ ആവുക. അലോട്ട്മെന്റ് മണി ഡ്യൂ ആകുമ്പോൾ ഉള്ള എൻട്രി എന്തായിരുന്നു? അതായത് അലോട്ട്മെന്റ് മണി അടക്കാൻ പറയാം. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഇതിവിടെ പഠിച്ചല്ലോ. അലോട്ട്മെന്റ് വരുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ്പോൾ ആ എൻട്രി നമ്മളിവിടെ എഴുതണം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞിട്ട് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. കുറച്ച് കഴിഞ്ഞാൽ എന്താവും? ക്യാഷ് കിട്ടും. അപ്പോൾ എന്തെൻട്രി എഴുതും? ബാങ്ക് അക്കൗണ്ട് ബാങ്കിലേക്ക് അലോട്ട്മെന്റ് മണി കിട്ടും. എമൗണ്ട് എത്ര ആയിരിക്കും വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റത്ത് ഷെയർ അലോട്ട്മെന്റ് 3 × 10 30,000. ഓക്കെ. ആ എൻട്രിയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ബാങ്കിൽ ക്യാഷ് കിട്ടി. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അടുത്ത പ്രൊസീജിയർ എന്തായിരുന്നു? ഫസ്റ്റും ഫൈനൽ കോളും. ഇനി ഒരു കോളും കൂടി ഉള്ളൂ 10 രൂപയാവാൻ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് എത്രയാണ്? ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി. അതിന് നരേഷൻ കൊടുക്കേണ്ടത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ.
അപ്പോൾ ആ എമൗണ്ട് നമ്മൾ വിളിച്ചു, അടക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു എൻട്രി എഴുതി. പിന്നെ ആ ക്യാഷ് കിട്ടും. ക്യാഷ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഇത്രയായ ആ പ്രൊസീജിയർ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിന്റെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകണ്ട. അപ്പോൾ ഇങ്ങനെയാണ് എൻട്രി എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ബാലൻസ് ഷീറ്റൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പൊ ചെയ്തത് മനസ്സിലായില്ലേ? അതിന്റെ നരേഷൻ ഉണ്ട് സാറേ? ഏതിന്റെ ലാസ്റ്റത്തെ? അല്ല, ഡ്യൂ ആവണ ഫൈനൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ. നരേഷന് എന്ത് വേണമെങ്കിലും എഴുതാം. ക്വസ്റ്റനിൽ പറഞ്ഞ കാര്യം എടുത്ത് എഴുതിയാലും മതി. ഒരു നരേഷൻ ഉണ്ടായാൽ മതി, അത്ര ഉള്ളൂ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ. അടുത്തതിൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ്. ബാങ്കിൽ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണില്ല കേട്ടോ. എൻട്രി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുക, ഇഷ്യൂ ക്യാഷ് അറ്റ് എ പ്രീമിയം. ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷ് അറ്റ് എ പ്രീമിയം. ഹെഡിങ് മാത്രമേ എഴുതിയാൽ മതി, എക്സ്പ്ലനേഷൻ എഴുതണ്ട. പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. 10 രൂപന്റെ ഷെയർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പ്രീമിയം ഇഷ്യൂ എന്ന് പറയുന്നത്. ഹെഡിങ് എഴുതിയാൽ ഇത് എഴുതണ്ട, ഞാൻ ജസ്റ്റ് ചുമ്മാ പറയാം. ഇതൊരു സെക്ഷൻ അനുസരിച്ച്, കമ്പനി ആക്ട് അനുസരിച്ച് മാത്രമേ പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 78 കമ്പനീസ് ആക്ട് 2013. നമ്മൾ പ്രീമിയത്തിന് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ 5-10 രൂപ അല്ലെങ്കിൽ 50-30 രൂപ നമ്മൾ കൂടുതൽ വാങ്ങും. അത് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. വെറുതെ അങ്ങോട്ട് പ്രീമിയം വാങ്ങാൻ പറ്റില്ല. നമുക്ക് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കമ്പനിയുടെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദി മെമ്പേഴ്സ്. ചിലപ്പോൾ നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. അതിൻ്റെ എക്സ്പെൻസിലേക്ക് ഈ ക്യാഷ് നമുക്ക് എടുക്കാം. റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി. കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പേപ്പർ വർക്കുകളും മറ്റും ഓഫീസ് വർക്കുകളൊക്കെ ഉണ്ടാവും. അതിന് കുറേ ക്യാഷ് ചിലവായിട്ടുണ്ടാവും. ചിലപ്പോൾ അതിന് ലക്ഷങ്ങളായിരിക്കും നമുക്ക് ചിലവ് വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ കമ്പനിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ലക്ഷങ്ങൾ ചിലവ് വരും. അങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുക. അതിൻ്റെ ആവശ്യത്തിലേക്ക് നമുക്ക് ഈ എമൗണ്ട് ചിലവഴിക്കാം. ഇതിന് എന്തെങ്കിലും എക്സ്പെൻസും കമ്മീഷനൊക്കെ എഴുതി തള്ളാനോ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാഷ് എടുക്കാം. ദെൻ റിഡംഷന് വേണ്ടിയിട്ട് ഈ ക്യാഷ് എടുക്കാം. റിഡംഷൻ പറഞ്ഞാൽ ചില ഷെയർ നമ്മൾ തിരിച്ചു കൊടുക്കും. ആ ഉള്ള സമയത്ത് നമുക്ക് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ പ്രീമിയമായിട്ട് നമ്മൾ വാങ്ങുന്ന എക്സ്ട്രാ എമൗണ്ട് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ളതല്ല. കമ്പനി ആക്ട് അനുസരിച്ച് ചില ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രോബ്ലം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതിക്കോളൂ. അജന്ത ലിമിറ്റഡ് offered for the public subscription 10,000 equity shares. 10,000 ഷെയർ തന്നെയാണ്. 10 രൂപയാണ് വില. ₹10 each at a premium of 2. അങ്ങനെ പറഞ്ഞാൽ 2 രൂപ പ്രീമിയത്തിന് ആണ്.
premium of ₹2 per share. പേയബിൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്, കൊടുക്കേണ്ടത്? ₹4 ഓൺ അപ്ലിക്കേഷൻ, 4 രൂപ അപ്ലിക്കേഷൻ്റെ സമയത്ത്. ₹4 ഓൺ അലോട്ട്മെന്റ്, അവിടെ ശ്രദ്ധിക്കണം ബ്രാക്കറ്റിൽ ഇൻക്ലൂഡിങ് പ്രീമിയം ഉണ്ട്. 4 രൂപ അലോട്ട്മെന്റ് മണി. ആ 4 രൂപയിൽ എന്തുണ്ട്? പ്രീമിയവും ഉണ്ട്. പ്രോബ്ലത്തിൽ അങ്ങനെ തന്നെ പറയും. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ രണ്ടും ആണ്. അലോട്ട്മെന്റ് മണി 2ഉം പ്രീമിയം 2ഉം ആ സമയത്ത് വാങ്ങി എന്നർത്ഥം. ഇനി വരുന്ന ബാലൻസ് 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് ₹2 ഈച്ച്. അപ്പോൾ ടോട്ടൽ ഷെയറിന്റെ വില 12 ആണെന്ന് നമുക്കറിയാം. 2ഉം 4ഉം 6, 6 4 10, 2 രൂപ, സോറി 4 4 8 രൂപ വാങ്ങിച്ചു. ഇനി ബാക്കി 4 രൂപ ഉണ്ടാവുക. അതിനെ 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആക്കിയിട്ട് വാങ്ങുന്നു. അപ്പൊ 2 രൂപ വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 12 രൂപയാണ് ഷെയറിന്റെ വില. ഇത് ഓരോന്നും സ്വീകരിക്കുമ്പോൾ അതിന്റെ എൻട്രി എഴുതണം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ജേണൽ എൻട്രിയുടെ കോളം വരയ്ക്കുക. ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് അജന്ത ലിമിറ്റഡ്. ആദ്യത്തെ എൻട്രി എന്തായിരിക്കും? ആദ്യത്തെ എൻട്രി എന്താണ്? അതിന്റെ എമൗണ്ട് എത്ര? നേരത്തെ ചെയ്ത അതേപോലെ നോക്കിയാൽ മതി. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ അപ്ലിക്കേഷൻ. എത്ര എമൗണ്ട്? 10,000 ആണ്. 4 രൂപയല്ലേ ആപ്ലിക്കേഷൻ മണി? 4 രൂപ. അപ്പൊ 40,000 ഷെയർ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. എല്ലാവരും എഴുതിയോ? ഇങ്ങനെ ഒരു എൻട്രി എഴുതിയാൽ നരേഷൻ കൊടുക്കേണ്ടത് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അത്ര എഴുതിയാലും മതി. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇതിന്റെ രണ്ടാമത്തെ പ്രോസസ് ഒരു എൻട്രി കൂടെ ഉണ്ടല്ലോ. അതെന്തായിരുന്നു? അവിടേക്ക് പോകാൻ പാടില്ല. എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ 2 എൻട്രി ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനെ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. ബാങ്കിൽ ക്യാഷ് വന്ന് കിടക്കുകയാണ്. ഈ ക്യാഷിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ക്യാപിറ്റലിലേക്കുള്ള എമൗണ്ട് ആണിത്. അതിലേക്ക് മാറ്റണം. അതിനൊരു എൻട്രി കൂടി ഉണ്ട്. ആ എൻട്രി ആണ് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇങ്ങനെ ഷെയർ അപ്ലിക്കേഷൻ മണി കിട്ടിയാൽ 2 എൻട്രി ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അലോട്ട്മെന്റ് മണിയുടെ സമയത്ത് 2 എൻട്രി ഉണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ബാങ്കിൽ ക്യാഷ് കിട്ടിയപ്പോൾ, അപ്ലിക്കേഷൻ മണി കിട്ടിയപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ, അതിനെ ക്യാപിറ്റലിലേക്ക് മാറ്റിയതാണ് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നരേഷൻ വരുന്നത് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇനി അടുത്ത പ്രൊസീജിയർ എന്താണ് ഒന്ന് പറഞ്ഞു നോക്കൂ. അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുക. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് അലോട്ട്മെന്റ് മണി 4 രൂപ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ എന്താണ്? 2 രൂപ പ്രീമിയാണ്. അപ്പൊ പ്രീമിയത്തിന്റെ എമൗണ്ട് നമ്മൾ വേറെ കാണിക്കണം. സാധാരണ ലെവലിൽ നമുക്ക് അലോട്ട്മെന്റ് മണി ഡ്യൂ ആകുമ്പോൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നതിന് എൻട്രി ഇട്ടാൽ മതി. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ അത് പറ്റില്ല. എന്തായാലും ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് 40,000 ഡ്യൂ ആകുന്നുണ്ട്. അത് എന്തൊക്കെ വരുന്നതാണ്? അതിൽ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 20,000 ടു ഷെയർ പ്രീമിയം 20,000 ആണ്. അങ്ങനെ മാറ്റി എഴുതണം. കോമ്പൗണ്ട് എൻട്രി എഴുതാം.
പ്രീമിയം വരുന്നത് കൊണ്ട് പ്രീമിയം അക്കൗണ്ട് അവിടെ കാണിക്കണം. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്നുള്ളൂ. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ 40,000, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 20,000, ഇക്വിറ്റി ഷെയർ പ്രീമിയം 20,000. ശരിക്കും 2 എൻട്രിയാണ് ഇത് എഴുതേണ്ടത്, അതിന് ഒന്നിച്ചാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വായിക്കൽ എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ പ്രീമിയം തന്നെ. ഇത് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിനെ ഒന്നിച്ചാക്കി എഴുതിയതാണ് കോമ്പൗണ്ട് എൻട്രി. അപ്പൊ പ്രീമിയം വരുമ്പോൾ ശ്രദ്ധിക്കണം, 2 എന്ന് പറഞ്ഞിട്ട് പ്രീമിയത്തിൽ എമൗണ്ട് കാണിക്കുക. നരേഷൻ കൊടുക്കുക, അലോട്ട്മെന്റ് മണി ഡ്യൂ വിത്ത് പ്രീമിയം. അലോട്ട്മെന്റ് മണി ഡ്യൂ വിത്ത് പ്രീമിയം. പ്രീമിയം എമൗണ്ട് അടക്കം അലോട്ട്മെന്റ് മണി അടക്കാൻ പറഞ്ഞു. ചിലപ്പോൾ ഫസ്റ്റ് കോളിന്റെ കൂടെ അടക്കാനാവും പറയാം. അപ്പൊ എൻട്രി ചെയ്താൽ മതി. ഇത്രയും ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി അടുത്ത പ്രൊസീജിയർ എന്താണ്? അലോട്ട്മെന്റ് മണി നമുക്ക് മാറ്റണ്ടേ? ബാങ്കിലേക്ക് മാറ്റണ്ടേ? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ബാങ്കിലേക്ക് മാറ്റില്ല, അലോട്ട്മെന്റ് മണി ഡ്യൂ ആയതാണ്, അതായത് അടക്കാൻ പറഞ്ഞു. അപ്പൊ അവർ അടച്ചു. അടച്ചാൽ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്, അതിൽ 40,000 തന്നെ ഒന്നിച്ച് നമുക്ക് എഴുതാം. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്. ഇനി അടുത്ത എൻട്രി എന്തായിരിക്കും? അതായത് അലോട്ട്മെന്റ് മണി 4 ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് മണി റിസീവ്ഡ് വിത്ത് പ്രീമിയം എന്നും കൂടെ എഴുതിക്കോളൂ. അലോട്ട്മെന്റ് മണി റിസീവ്ഡ് വിത്ത് പ്രീമിയം നരേഷൻ. ഓക്കെ അല്ലേ? അടുത്ത എൻട്രി ഇനി എന്താ വരാനുള്ളത്? അലോട്ട്മെന്റ് മണി ഡ്യൂ ആയി, അത് കിട്ടി, എൻട്രി എഴുതി. ഇനി 2 കോൾ മണി വരുന്നുണ്ട്. അത് ഈക്വൽ ആയിട്ടുള്ള 2 രൂപയുടെ ഈക്വൽ കോളാണ്. അപ്പൊ ആദ്യത്തെ കോൾ മണി കിട്ടുമ്പോൾ ഫസ്റ്റ് കോൾ എന്നാണ് നമ്മൾ പറയാ. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുക. ഡ്യൂ ആവുന്നതിന്റെ എൻട്രി എന്തായിരുന്നു? നേരത്തെ പറഞ്ഞ തന്നെ. ഡ്യൂ ആവുമ്പോഴുള്ള എൻട്രി ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ. ഇതൊക്കെ നമ്മൾ നേരത്തെ എഴുതിയ എൻട്രി പോലെ തന്നെ. ഫസ്റ്റ് കോൾ ഡ്യൂ ആയി, ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നരേഷൻ വരേണ്ടത് ഫസ്റ്റ് കോൾ മണി ഡ്യൂ. ഫസ്റ്റ് കോൾ മണി ഡ്യൂ. ഇനി ഇതിനൊരു എൻട്രി കൂടെ ഇല്ലേ? അതെന്തായിരുന്നു? റിസീവ് ചെയ്യണ ബാങ്ക്. അപ്പൊ ക്യാഷ് കിട്ടും. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ മണി ആയിട്ട് ക്യാഷ് കിട്ടി. ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് എന്ന് നരേഷൻ കൊടുക്കുക. ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊന്ന് പറഞ്ഞു നോക്കൂ. ഇനി 2 എൻട്രിയും കൂടെ എഴുതാനുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഇക്വിറ്റി ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർ സെക്കൻഡ് കോള്, സെക്കൻഡ് ആൻഡ് ഫൈനൽ എന്നും പറയാം. ഇക്വിറ്റി ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് അത് 20,000 തന്നെ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ നരേഷൻ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ. സെക്കൻഡ് അല്ലേ? സോറി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ. അടുത്ത എൻട്രി എങ്ങനെയാവും? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ.
നരേഷൻ എഴുതുക. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ്. പിന്നെ നരേഷന് കൊടുക്കുക. ഫിനിഷായി. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ടോട്ടൽ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക കേട്ടോ. ഓക്കെ. നമ്മൾ ഈ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ ജേണൽ എൻട്രീനെ കുറിച്ച് ഒന്നും കൂടെ പരിചയപ്പെട്ടല്ലോ. ചെറിയ പുതിയ 1-2 കാര്യം വന്നത് പ്രീമിയത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി ഇതും കൂടെ പറയേണ്ടത് നമുക്ക് അവസാനിപ്പിക്കാം. ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷ് അറ്റ് ഡിസ്കൗണ്ട്. ഹെഡിങ് കൊടുക്കുക. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഹെഡിങ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 10 രൂപേൻ്റെ ഷെയർ നമ്മൾ 8 രൂപയ്ക്കാണ് എഴുതുക. അപ്പോൾ 2 രൂപ അവിടെ കുറയും. ആ 2 രൂപ നമ്മളൊരു എക്സ്പെൻസ് ആക്കിയിട്ട് എഴുതുകയും ചെയ്യും. എൻട്രി ഒക്കെ നമുക്ക് നോക്കാം. ഹെഡിങ് കൊടുക്കേണ്ടത് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് അറ്റ് ഡിസ്കൗണ്ട്. ഇതിന് കമ്പനി ആക്ട് പ്രകാരമാണ് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിന് കുറച്ച് ലോസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് നോട്ട്സ് തരുമ്പോൾ ജസ്റ്റ് അത് വായിച്ചാൽ മതി കേട്ടോ. നമുക്കതിൽ ഒരു ലോസ് ആണ്. ആ ലോസ് ഇങ്ങനെയാണ് എഴുതുക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എഴുതും. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Angur Limited invited applications from the public for subscribing 10,000 equity shares. 10,000 equity shares തന്നെയാണ്. 10 രൂപയാണ് വില. അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10% പേയബിൾ. 10% ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. പേയബിൾ ₹4 ഓൺ അപ്ലിക്കേഷൻ. 4 രൂപ അപ്ലിക്കേഷൻ്റെ സമയത്ത് കിട്ടണം. 3 രൂപ അലോട്ട്മെൻറ്റ് സമയത്ത് കിട്ടണം. ബാലൻസ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും ആവണം. അപ്പോൾ 4 രൂപ അപ്ലിക്കേഷൻ, 3 രൂപ അലോട്ട്മെൻറ്റ്, 4 3 7. ആൻഡ് ദ ബാലൻസ്, അതിൻ്റെ ബാക്കി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഇഷ്യൂ വാസ് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആൻഡ് ആൾ ദ മണി വാസ് ഡ്യൂലി റിസീവ്ഡ്. പൈസ കംപ്ലീറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ജേണൽ എൻട്രിയിൽ എഴുതുക. ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് ഇപ്പോൾ ചെയ്യണ്ട. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ടിനാണ് നമുക്കറിയാം, അതവിടെ പറഞ്ഞിട്ടുണ്ട്. അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10% പേയബിൾ. അപ്പോൾ 10% ഡിസ്കൗണ്ടാണ് അതിൻ്റെ വിലയുടെ. അപ്പോൾ എത്ര ആയിരിക്കും? 1 രൂപയാണ്. ആ 1 രൂപ കുറച്ചിട്ടാണ് നമുക്കിത് കിട്ടുക. ജേണൽ എൻട്രി എഴുതി വരാം. ആദ്യത്തെ ജേണൽ എൻട്രി എന്തായിരിക്കും? 4 രൂപ അപ്ലിക്കേഷന് 4 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ എഴുതിക്കോളൂ. ജേണൽ എൻട്രി വരച്ചിട്ട് എഴുതണേ. 40,000. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ 40,000. പിന്നെ പറഞ്ഞത് ₹3 ഓൺ അലോട്ട്മെൻറ്റ് എന്നാണ്. നമ്മൾ 2 എൻട്രി ഉണ്ടല്ലോ അവിടെ. ഈ എൻട്രി കൂടെ എഴുതണം. ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് ഷെയർ മണി എന്ത് ചെയ്ത് അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റിയത്. രണ്ടാമത്തെ എൻട്രി
അലോട്ട്മെന്റ് മണി എത്രയാണ്? 3 ഓൺ അലോട്ട്മെന്റ്. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ എൻട്രി അലോട്ട്മെന്റിന്റെ സമയത്താണ് നമ്മൾ ഡിസ്കൗണ്ട് ഇവിടെ 4000 കോമ്പൗണ്ട് എൻട്രി ആണ്. 4000 അല്ല, അത് ഇത് ഇങ്ങനെ മാറിപ്പോയതാ. അലോട്ട്മെന്റിന്റെ സമയത്താണ് ഡിസ്കൗണ്ട് വരുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് അറ്റ്. നേരത്തെ പ്രീമിയം കൊടുക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തത്, ക്രെഡിറ്റ് കോളത്തിലാണ് കാണിച്ചത്. ഡിസ്കൗണ്ട് ആകുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ എൻട്രി ചെയ്തേണ്ടത് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് മണി ഡ്യൂ എന്ന സമയത്താണ് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കും, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട്. അതിൽ എത്ര? 10,000 രൂപ. ഷെയറിന് 10 രൂപ വെച്ചിട്ട് ഉള്ള ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 10,000 രൂപ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് എഴുതാം, 4,000 രൂപ. അപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി ഇങ്ങനെയാണ്, ഓർത്തുക. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നരേഷൻ കൊടുക്കുമ്പോൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആണ്. എമൗണ്ട് ഡ്യൂ ഇവിടെ ഞാനിങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, 1 രൂപ ഡിസ്കൗണ്ട് ആണെന്നൊക്കെ കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഓർത്തിരുന്നാലും മതി. അടുത്ത എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് അറ്റ. അത് എത്ര എഴുതിയാൽ മതി? ഡിസ്കൗണ്ട് ഇനി അവിടെ എഴുതണ്ട. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് മണി റിസീവ്ഡ് ഓൺ 10,000 ഷെയർസ്. അപ്പൊ നമ്മളിനി ക്യാഷ് കണക്ക് കൂട്ടി വെക്കണം. ഷെയറിന്റെ വില 4 രൂപ നേരത്തെ വാങ്ങി, 3 രൂപ, സോറി 3 അല്ല 4 ഡിസ്കൗണ്ട് വെച്ചിട്ട് 3 രൂപ അത് ഇപ്പോഴും വാങ്ങിയ. അപ്പൊ 4 പോയി, 4 4 8. ഇനി എത്ര ബാക്കി ഉണ്ടാവുക? 2 അല്ലേ? അതാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഫൈനൽ കോൾ മണി, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആകുന്നു. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി അക്കൗണ്ട് അറ്റ് ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ എന്ന് എഴുതിയാൽ മതി. നരേഷൻ. ഓക്കെ അല്ലേ? അടുത്ത എൻട്രി ഒന്ന് പറഞ്ഞു നോക്കൂ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഇവിടെ എമൗണ്ട് റിസീവ്ഡ് അല്ല, എമൗണ്ട് ഡ്യൂ ആണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജേണൽ എൻട്രി ഫില്ലായിട്ടുണ്ടാവും. ഓക്കെ, ജേണൽ എൻട്രിയുടെ ഒരു ഫോർമാറ്റ് ഇതാണ്. എനിക്കിതിൽ കാണിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എൻട്രീസ്. ഇനി ഇതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. അത്ര വലിയ വൈഡായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ഇല്ല. ഏകദേശം എല്ലാ മെത്തേഡിലും ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രീസ് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? മനസ്സിലായില്ലെന്ന് പറഞ്ഞത്?